പിണറായിൻ്റെ എല്ലാം ഭരണത്തിനെല്ലാം നേട്ടം തന്നെ. ഇപ്പം ശമ്പളം പെൻഷൻ 2000 രൂപയാക്കി. പിന്നെ റോഡുകളുടെ ഫുൾ കണ്ടീഷൻ. പിന്നെ കേരളം മാറി. പിന്നെ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളെ വോട്ടാകും. അങ്ങനെയുണ്ട്. നിങ്ങളിപ്പോൾ നമ്മൾ നല്ല അങ്ങനെ കഴിഞ്ഞ 2 തവണ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും കണ്ണൂർ കോൺഗ്രസിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ഇത്തവണ അത് തിരിച്ചുപിടിക്കും എന്നാണ് UDF അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണയുമുള്ളത്. അദ്ദേഹത്തിനെതിരെ ജനരോഷമില്ലതാനും. അപ്പോൾ ആരായിരിക്കും ഇത്തവണ ജയിക്കുക? കോൺഗ്രസിൻ്റെ മുൻ മേയറായിട്ടുള്ള കണ്ണൂരിൻ്റെ മുൻ മേയറായിട്ടുള്ള അഡ്വക്കേറ്റ് TO മോഹനാണോ, അല്ല മന്ത്രി ആയിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനാണോ? കണ്ണൂരിലെ വോട്ടർമാർ തന്നെ മറുപടി പറയട്ടെ. ചേട്ടാ നമസ്കാരം. ഇത്തവണ വലിയ ശക്തമായ പോരാട്ടമാണ് കണ്ണൂരിനെ സംബന്ധിച്ച്. ശക്തമെന്ന് യാതൊരു അംശമൊന്നുമില്ല. ഇവിടെ കടന്നപ്പള്ളിന് വേറെ ആര്? പിന്നെ നമ്മളെ പയ്യ നേതാവ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഇടതുപക്ഷേ വരൂ, മുഖ്യമന്ത്രി പിണറായിനെ വരൂ, എല്ലാം തന്നെ. പിന്നെന്താ യാതൊരു അംശം? ഇവിടെ ഈ 10 കൊല്ലം അരി കൊടുത്തു, കറണ്ട് കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, ആരോഗ്യപരമെല്ലാം കൊടുത്തു, പെൻഷൻ കൊടുക്കുന്നത് സാധാരണ ഒരു വീട്ടിൽ 4 ആളുണ്ടോ പെൻഷൻ വന്നു, സുഖമായിട്ട് ജീവിക്കുക, കഞ്ഞി കുടിക്കുക സുഖമായിട്ട്. അത് നോക്കണ്ട, അത് വേറെ. ഇത് നമ്മൾ തന്നെ. ഇത് പിണറായി തന്നെ. കടന്നപ്പള്ളിയുമില്ല, മുതിർന്ന നേതാവല്ലേ. കടന്നപ്പള്ളി ജയിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല. സാധ്യത കേസുദാരൻ ജയിക്കും. അയാൾക്ക് ജയിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അത് അടുത്ത വർഷം തന്നെ പണ്ടേ ചെയ്തു കൊടുത്തിട്ട് അതിപ്പോൾ അതുപോലെ തന്നെ അയാൾ അതേ പവറിൽ നിൽക്കുന്നുണ്ട്. അയാളെ ജയിക്കും. അതെന്തോ പിന്നെ പാച്ചേന് കിട്ടാത്തത് ലീഗുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് കഴിഞ്ഞ. അതന്നെ. കണ്ണൂർ ഇപ്പോൾ ഒരു കണ്ടോടത്തോളം മോനായിട്ടാണ് ചാൻസ് കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു മൊത്തത്തിൽ കാണുമ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ കാണുന്ന ഒരു സീന്. പിന്നെ കടന്നപ്പള്ളിയും കട്ടയ്ക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഈ പാർട്ടിക്കുള്ളിൽ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സമ്മതിദാനാവകാശം തന്നെ നമ്മളെ കയ്യിലല്ലോ. ഇത് അവസാന നിമിഷമുള്ളത് തിരിയുക. ചിലപ്പോൾ ചില്ലറ വോട്ടിനായിരിക്കും. എന്തായാലും നമ്മൾ മോനേട്ടനാണ് പ്രതീക്ഷ ഉള്ളത്. ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിടത്തോളം. പിന്നെ മോനായിട്ട് ഓൾറെഡി ഇവിടുത്തെ മേയറൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ, എല്ലാവർക്കും ഒരു പരിചയമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഓൾറെഡി ഇതൊരു കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ടിട്ടാ. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നിയൊരു സംഭവം പറയുന്നുള്ളൂ. പിന്നെ ഇത്തവണ കണ്ണൂരിനെ സംബന്ധിച്ച് കടന്നപ്പള്ളി വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുമല്ലോ. TO മോഹനൻ തിരിച്ചു പിടിക്കും. എങ്ങനെ കടന്നപ്പള്ളി വീണ്ടും അത്ഭുതം സൃഷ്ടിക്കും? അങ്ങനെ പറയാനൊരു കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഈ ഒരു ചതിവോ വഞ്ചനയോ കൈക്കൂലോ ഒന്നും ഒരാളാണ്. എല്ലാടിയും എല്ലാം ഇത് എത്തും. പിന്നെ എന്ന് പറഞ്ഞാൽ പിണറായിൻ്റെ എല്ലാം ഭരണത്തിനെല്ലാം നേട്ടം തന്നെ. ഇപ്പം ശമ്പളം പെൻഷൻ 2000 രൂപയാക്കി. പിന്നെ റോഡുകളുടെ ഫുൾ കണ്ടീഷൻ. പിണറായിൻ്റെ റോഡ് തന്നെ കണ്ടപ്പോൾ റോഡ്, പിന്നെ ആസ്പത്രി, സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, പിന്നെ കേരളം മാറി. പിന്നെ മുണ്ടക്കൈയിലും വീടൽ ഉദ്ഘാടനമായി. പിന്നെ പാലങ്ങൾ. പിന്നെ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളെ വോട്ടാകും. അങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ നമ്മൾ നല്ല അങ്ങനെ നല്ല ഇത് വരുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇപ്പം തന്നെ ഇപ്പം പിന്നെ പിണറായിൻ്റെ നാട്ടിൽ ഇപ്പം നമ്മൾ ടാക്സ് എടുക്കുന്നില്ലേ, പിണറായിൻ്റെ നാട്ടിൽ അവിടെ പിന്നെ ITI, പോളി, കൺവെൻഷൻ സെൻറ്റർ, അതിൽ വലിയൊരു 13-14 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം കംപ്ലീറ്റ് ഭയങ്കര വീട്ടിലെ പള്ളക്ക്. നിങ്ങൾ ആ ബേങ്ങാട് റോഡിൽ പോയി റോഡ് പിന്നെ നിലത്ത് ചൂട്ടിരുന്നു. അത്ര നല്ല റോഡാണ്. അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ. നമ്മളിപ്പം ഞാൻ ഒരു കാര്യം പറയാം. കടന്നപ്പള്ളി തന്നെ. ഇപ്പം ഞാൻ നമ്മൾ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്സാണ്. എത്ര 65 കൊല്ലം ഭരിച്ച്. ആ 3 റെയിൽവേ ഗേറ്റാണ് നിങ്ങൾ കണ്ണൂരിലെ എല്ലാവരുടെയും റെയിൽവേ ഗേറ്റിലും റെയിൽവേ പാലും എല്ലായി. ഒരു റെയിൽവേ നമ്മുടെ സുധാരാട്ടൻ നമ്മുടെ സ്വന്തമാണ്. പക്ഷേ ആ ഒരു റെയിൽവേ ഒറ്റൊരു റെയിൽവേ ഗേറ്റ് കിലോമീറ്റർ കണക്കിന് വാഹനങ്ങൾ നിരത്തി വെക്കുന്നത്. ഒറ്റയൊരു റെയിൽവേ ഗേറ്റും കൂട്ടാക്കിൻ്റെ അയാളൊരു ഓർമ്മയിൽ. കണ്ണൂർ ടൗണിലത് എടക്കാട് താഴെ വെച്ച് വരണ്ട. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? എവിടെ ഇതിന് റോഡ് ഹൈവേ റോഡ് കഴിഞ്ഞാൽ ഇപ്പം കേന്ദ്രത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 25% നമ്മൾ പിണറായി കൊടുത്തിട്ട് ആ റോഡ് ശരിയായത്.
അത് ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്ന കൂട്ടർ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പിന്നെ ഇവിടെ തളിപ്പറമ്പിൽ വയൽക്കിളികൾ സമയം മണ്ണും കൊണ്ടിട്ട് ഇവിടെ റോഡാക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോൾ ഇയാൾ ഉദ്ഘാടനത്തിൽ അവരെ പോയിട്ട് ഉദ്ഘാടനത്തിന് മുമ്പന്തിയിൽ അവർ അത് ഇതിൻ്റെ മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ടില്ല. അത് ഉള്ള കാര്യങ്ങളല്ലേ ഇതല്ലോ. സുരേഷ് മുമ്പിൽ ഉള്ള കാര്യമല്ലേ. നിങ്ങൾ പിന്നെ നമ്മുടെ മുണ്ടേരി ഹൈസ്കൂളിൽ കേട്ടില്ല പിന്നെ അതിൽ കണ്ട ആളെന്താ പറയാ കൊടുക്കണം എന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളെ വീട്ടിൽ വന്നാലും നിങ്ങളല്ലേ ചെയ്യുക അല്ലേ, അതന്നെ മറ്റു വേറൊന്നുമില്ല. അതാണെന്ന് ഇത്തവണ കടന്നപ്പള്ളിയാണോ ടിയോ ആണോ? കണ്ണൂരിൽ ടി എം മോഹനന് ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ പ്രശ്ന ഭരണ ഇതിൻ്റെ എല്ലാം നോക്കുമ്പോൾ ജനങ്ങളെ മനസ്സല്ലേ മടുത്തോന്ന് വെച്ചാൽ മടുക്കുന്നതല്ല, ആര് നല്ല ചെയ്താലും അവർ ജയിക്കുന്നതാണ് നമ്മളൊരു ഇത്. ഇത്ര കാലം അപ്പുറം ഇപ്പുറം ഇങ്ങനെ മാറി മാറിയല്ല ജയിക്കുന്നത്. എല്ലാം മാറ്റം വരണം. ഇവർ മാത്രമല്ല മറ്റുള്ള പാർട്ടികളും ഉണ്ടല്ലോ. ആര് ജയിച്ചാലും മേക്കില്ല. നമ്മൾക്ക് നമ്മളെ കണ്ണൂരിൽ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നോ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യും. ടിയോ അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. സാധ്യത അതന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കടന്നപ്പള്ളി അല്ല എന്തുകൊണ്ടല്ല അയാൾ വ്യക്തിത്വപരമായിട്ടുള്ള ഒരു ഇതിൽ അയാൾക്ക് സാധ്യത കാണും. ഒരു എന്ത് ജനകീയത്തിൽ എന്തും ആൾ ഇത് ജനമനസ്സുകളിൽ ഒരു കയറുന്നൊരു വ്യക്തിയാണ് അയാൾ. അതുകൊണ്ട് പറയുന്ന അയാൾ കടന്നപ്പള്ളിക്ക് അയാൾക്ക് സാധ്യത ഉണ്ട്. അല്ല അദ്ദേഹം പറയുന്ന പോലെ BJP ജയിക്കണം എന്നാണ് എൻ്റെ താല്പര്യം. രഘുനാഥ് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെ അഭിപ്രായം പറയണല്ലോ. പക്ഷേ BJP കണ്ണൂർ അത്ര വോട്ടുണ്ടോ? വോട്ട് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം എന്തെല്ലാം മലക്കം മറിയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ജനങ്ങൾ മാറിക്കഴിഞ്ഞു കുറേ ഭാഗം. നമ്മളെ മോഹൻ തന്നെ ജയിക്കും. മുൻ മേയർ കാരണം അയാളെ അങ്ങനത്തെ നല്ലതാണ്, നല്ല ഉഷാറാണ് ആള്. എല്ലാവരും കടന്നപ്പള്ളിന് തോറ്റ് പാളിസണ്ടാവും. കടന്നപ്പള്ളി ഉണ്ടാവില്ല, കടന്നപ്പള്ളി കാണൂല. സാധ്യത രണ്ടാളും ജയിക്കുന്നു പറയുന്നത് നമ്മളെന്താ പറയണ്ട. ഇനിയിപ്പോൾ ആഴ്ചയിലെ എല്ലാ ദിവസവും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഭാഗ്യ ദിവസമാണല്ലേ, ഭാഗ്യ അവസരമാണ്. അത്രയല്ലേ ഉള്ളൂ, ദിവസം അത്രയല്ലേ ഉള്ളൂ. മെയ് 4 അറിയാം ആർക്കായിരിക്കും ബമ്പർ. സമ്മർ ബമ്പറിൻ്റെ ഡേറ്റ് നോക്കിയാൽ അതിനകത്ത് 28 അല്ലേ? ഇതാ സമ്മർ ബമ്പറിൻ്റെ ഡേറ്റ് 28 അപ്പോൾ 10 കോടിയാണ്. പക്ഷേ മെയ് 4 യഥാർത്ഥ ബമ്പർ അടിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കടന്നപ്പള്ളി ആയിരിക്കും. അതെ അതെ. അല്ല നല്ലൊരു എന്താ പറയുക സോഷ്യലിലെല്ലാം നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇവർ. മിക്കവാറും തുടരാൻ സാധ്യതയുണ്ട്. അതെ സാധ്യത ബലാബലാണ്. എന്നാലും യോമോനാണെന്ന് സാധ്യത തോന്നുന്നു. അല്ല UDFിൻ്റെ മണ്ഡലമാണ് ഒന്ന്. പിന്നെ മുൻ മേയർ എന്നുള്ളൊരു പരിചയമുണ്ട്. പിന്നെ കടന്നപ്പള്ളി ഒരു പ്രായത്തിൻ്റെ അത് ഒന്ന് മാറി നിന്നിട്ട് യുവാക്കൾക്ക് കൊടുക്കാമായിരുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ കണ്ണൂർ മണ്ഡലമാണ്, എന്ത് സംഭവിക്കാം. അതെ അതെ അത് അന്ന് പിന്നെ ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു ആവർത്തന വിരസത എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട്. അല്ല അത് നമ്മുടെ രാഷ്ട്രീയത്തെ അങ്ങനെ കൂടുതൽ എന്നാലും രാഷ്ട്രീയം വീക്ഷിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഉൾരാഷ്ട്രീയം നമുക്ക് അത്ര അറിയില്ല. വോട്ടർമാരല്ലേ രണ്ടുപേരും, വോട്ട് ചെയ്യാറല്ലേ? ഇത്തവണ കണ്ണൂർ കടന്നപ്പള്ളിയും ടിയോ മോഹനാണ് ഏറ്റുമുട്ടുന്നത്. ആർക്കാണ് നിങ്ങൾ സാധ്യത ഏൽപ്പിക്കുന്നത്? സാധ്യത എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ രണ്ടാൾക്കും സാധ്യതയുണ്ട്. രണ്ടുപേർക്കുണ്ട്. ഇതെന്നാ ലൈഫ് കാസ്റ്റാ എങ്ങനെയാ? ഇത് കേരള വിഷൻ്റെ അതല്ല. രണ്ടുപേർക്കും കടന്നപ്പള്ളി നല്ലൊരു നേതാവാണ്. പിന്നെ ടിയോ മോഹൻ സാർ അവരും നല്ലൊരു രണ്ടാളും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൂട്ടർ ഞാൻ. നമുക്കങ്ങനെ രാഷ്ട്രീയം ഇല്ല. അതെ അതെ അങ്ങനെയാന്ന് തോന്നുന്നത്. ഇഞ്ചോടിഞ്ചോ അങ്ങനെ പ്രയോജിക്കാറില്ല. ഭരണത്തിൻ്റെ ഇപ്പം നോക്കുമ്പോൾ എല്ലാവരും ഈ ഭരണം മീൻസ് നമ്മളൊന്നാമത് ഭക്തിയുള്ള കൂട്ടറാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ മീൻസ് നമ്മൾ ഇടതുപക്ഷത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. മീൻസ് ഭരണം നോക്കിയിട്ടാണ് നമ്മൾ
വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് പ്രത്യേക ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടല്ല ഞങ്ങൾ നോക്കുന്നത്. ഭരണം നല്ലതുണ്ട് ചീത്തതുമായിട്ടുള്ളതും. നമുക്ക് ഈ ശബരിമല വിഷയം നമുക്ക് കുറച്ചൊരു അതെ ആരാന്ന് ശരിക്കും അതറിയില്ല. അത് ആരാന്ന് രണ്ടുപേരും ഉണ്ടോ, രണ്ട് രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ അകത്ത് പങ്കാളികളാണ്, എങ്ങനെയാന്ന് നമുക്ക് ഇപ്പം നമ്മൾ പുറത്ത് വരുന്ന ന്യൂസ് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ യുവ ഇതെന്നുള്ള രീതിയിൽ ആർക്കാ ചാൻസ് കാണുന്നത് ഇവിടെ കണ്ണൂർ? കടന്നപ്പള്ളിക്കാണോ അല്ല ടി ഒ മോഹനാണോ? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇടത് വശത്തെ LDF തന്നെയാണ്. മീൻസ് ഞാൻ കൂടുതൽ കോളേജിലെല്ലാം ഞാൻ SFI അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ LDF സപ്പോർട്ട് ചെയ്യുന്നത്. മീൻസ് എനിക്ക് അവരുടെ ഭരണവും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്തായാലും നമ്മൾ മുഖ്യമന്ത്രി LDF ആയതുകൊണ്ട് അപ്പോൾ അതിലാണ്. അതെ നല്ല ഭരണമാണ്. ഞാൻ അതിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ ഇത്തവണ ആരെടുക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. കണ്ണൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നാണ് മിക്ക കണ്ണൂരുകാരും പറയുന്നത്. കാരണം കടന്നപ്പള്ളി രാമചന്ദ്രനായാലും ടി ഒ മോഹനായാലും രണ്ടുപേരും ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേർക്കും സാധ്യതകൾ പറഞ്ഞവരുണ്ട്. എന്തായാലും മെയ് 4 റിസൾട്ട് വരുമ്പോൾ നമുക്കത് കൃത്യമായി അറിയാം. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.